റഷ്യയിൽ നിന്നും പെട്രോളിയം ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന ഇന്ത്യ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾക്കെതിരെ 100% തീരുവ ചുമത്താനുള്ള ബില്ലിന് അമേരിക്കൻ സെനറ്റ് അംഗീകാരം നൽകിയെന്ന് വാർത്ത വരുന്നു. ചെറിയൊരു ഞെട്ടലുണ്ടാക്കുന്ന വാർത്ത തന്നെയാണത്. അതിന്റെ വിവരങ്ങൾ എന്താണ്? അത് ചെറിയ ഞെട്ടലല്ല, അത് വലിയ ഞെട്ടലോടുകൂടി തന്നെ നമ്മൾ കേൾക്കേണ്ട ഒരു വാർത്തയാണ്. അതായത് US സെനറ്റ് ആണ്, അതും 11-നെതിരെ 86 പേർ അനുകൂലിച്ച ഒരു പ്രമേയമാണ് ഇപ്പോൾ പാസ്സായിരിക്കുന്നത്. ലിൻസി ഗ്രഹാമിന്റെ പേരിൽ ആണ് ഉള്ളൊരു പ്രമേയമാണ്. അദ്ദേഹമാണ് റഷ്യക്കെതിരെയും പുടിനെതിരെയും ശക്തമായ നിലപാടെടുത്തത്. യുക്രൈനിൽ നിന്ന് മടങ്ങി തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം മരണപ്പെട്ടത്. അതുമാത്രമല്ല, ഈ റഷ്യൻ എണ്ണ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇന്ത്യയും ചൈനയുമാണ് കൂടുതലായിട്ട് റഷ്യൻ എണ്ണ വാങ്ങിക്കുന്നത്. അതിനെതിരെ ഉള്ള ഒരു ഡൊണാൾഡ് ട്രംപിന് അധികാരം നൽകുന്ന ഒരു പ്രമേയമാണ് ഇപ്പോൾ സെനറ്റിൽ പാസ്സായിരിക്കുന്നത്. US കോൺഗ്രസും കൂടി പാസ്സാക്കി ഏകദേശം 100% നികുതി ചുമത്താനായിട്ട് സാധ്യതയുള്ള ഏതാണ്ട് 100ഓളം രാജ്യങ്ങളെ ബാധിക്കുന്ന ഒരു പ്രമേയമാണ് ഇപ്പോൾ US സെനറ്റിൽ പാസ്സായിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹോർമൂസ് കടലെടുക്ക് നമ്മളെ ഇന്ത്യയെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു സമയത്ത് റഷ്യൻ എണ്ണ വാങ്ങുന്നതിൽ ഇത്തരം ഒരു തീരുമാനം വന്നാൽ അത് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ ഒരു ആശങ്ക ജനിപ്പിക്കുന്ന ഒരു പ്രമേയം. മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് കുത്തുകയാണ്. പിന്നിൽ നിന്ന് കുത്തുക എന്ന് പറഞ്ഞാൽ അത് ആ വാക്ക്, ആ പ്രയോഗം ശരിയാകുമെന്നറിയില്ല. എന്നാലെങ്കിലും നന്നായിട്ട് മുതലാക്കുന്നുണ്ട്. നമ്മളങ്ങനെ പറയാറില്ലേ? ഇപ്പം നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉണ്ടാകുമല്ലോ ചില ആളുകൾ. ഇപ്പം നമ്മുടെ കൂട്ടത്തിലെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സർക്കിളിൽ ഉണ്ടാകും ഒരാൾ കൂടെ നിൽക്കും, എല്ലാത്തിനും കൂടെ നിൽക്കുന്ന പോലെ ആയിരിക്കും. പക്ഷെ ഭയങ്കരമായിട്ട് മാക്സിമം നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ചില ആളുകൾ ഉണ്ടാവുമല്ലോ. അതുപോലെയാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്നത്. നരേന്ദ്രമോദിയാണെങ്കിൽ അതിന് വിധേയനായി അടിമപ്പെട്ട് ഇങ്ങനെ നിന്നു കൊടുക്കുന്ന കാഴ്ച. ഏറ്റവും ഒടുവിൽ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയിൽ നിന്ന് എത്തനോൾ വാങ്ങി ഇന്ത്യയിലെ പെട്രോളുകളിൽ ബ്ലെൻഡ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്ത വന്നത്. അപ്പം അതിന് തൊട്ട് പിന്നാലെ അടുത്ത വാർത്ത വരിക എന്താണ്? ഇന്ത്യ പെട്രോൾ വാങ്ങുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് റഷ്യ. ആ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിയാൽ അമേരിക്ക 100% തീരുവ ചുമത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങരുത്, ആ വാങ്ങുന്നതിനെ ഇല്ലാതെയാക്കണം. കാരണം എന്താ? ഇന്ത്യ റഷ്യയിൽ നിന്ന് പെട്രോൾ വാങ്ങിയാൽ അതിൻ്റെ നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ്? ഈ പറയുന്ന അമേരിക്കക്കാണ്. അമേരിക്ക പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രം വാങ്ങണം, അതാണ് അമേരിക്കയുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് റഷ്യയിൽ നിന്നുള്ള പെട്രോൾ വാങ്ങൽ കുറക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രമം. അതോടൊപ്പം തന്നെ അമേരിക്കയിൽ നിന്ന് പെട്രോൾ മാത്രം വാങ്ങിയാൽ പോരാ, അമേരിക്കയിൽ നിന്ന് എത്തനോൾ വാങ്ങണം, അമേരിക്ക പറയുന്ന രാജ്യങ്ങളിൽ നിന്ന് പെട്രോളും വാങ്ങണം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, E20 നിൽക്കില്ല, ഇനിയും പോകും മിക്സിങ്. കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നൊക്കെ പറയുന്നത് അമേരിക്കക്ക് അറിയാം ഒരു വലിയ മാർക്കറ്റാണ് എന്നുള്ളത്. ഇപ്പോൾ പോപ്പുലേഷൻ വൈസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ഇന്ത്യക്ക് ഒപ്പമുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുറ്റുവട്ടത്തിലെത്തുന്ന രാജ്യങ്ങളൊന്നും അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന രാജ്യങ്ങളല്ല. ഇപ്പം ചൈന എടുത്തു നോക്കൂ നിങ്ങൾ. ചൈന ഈ പറയുന്ന അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തിൽ പെടുന്നതല്ല. റഷ്യ അമേരിക്ക പറഞ്ഞാൽ കേൾക്കുന്ന കൂട്ടത്തിൽ പെടുന്നതല്ല. അപ്പം അതുകൊണ്ട് തന്നെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കയ്യിലുള്ള ഏറ്റവും വലിയ മാർക്കറ്റാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പ്രൊഡക്റ്റുകൾ ഏറ്റവും അധികം അവർക്ക് വിറ്റഴിക്കാൻ പറ്റുന്ന ഒരു ഇടവും ഇന്ത്യ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അമേരിക്ക നിരന്തരമായിട്ട് മൈ ഫ്രണ്ട്. മാത്രവുമല്ല, നരേന്ദ്രമോദി ആ കസേരയിൽ ഇരിക്കാൻ വേണ്ടതൊക്കെ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഏതുപോലെ എന്ന് ചോദിച്ചാൽ, നമ്മൾ കേരളത്തിൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ നിരന്തരമായി പറഞ്ഞ കാര്യം എന്താ? PM ശ്രീയുമായി ബന്ധപ്പെട്ട് അതൊരു വലിയ പ്രശ്നമുള്ള സംഭവമാണ്, അത് നടപ്പിലാക്കൂല. എന്നിട്ട് ഈ ആൾക്കാരെന്നെ രാത്രി ആരെ അറിയിക്കാതെ വളരെ രഹസ്യമായി പോയി ഒപ്പിട്ടു. അപ്പോൾ ഒപ്പിട്ട് കഴിഞ്ഞപ്പോൾ ചർച്ചകൾ ഇങ്ങനെ വന്നു തുടങ്ങിയപ്പോഴാണ് പിണറായി വിജയൻ്റെ അഡീഷണൽ സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ രഞ്ജിത്ത് കാളിയാടൻ എന്ത് പറഞ്ഞത്? രതീഷ് കാളിയാടൻ, ആ മനുഷ്യൻ പറഞ്ഞത് പിണറായി വിജയന് മുകളിൽ വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. മീൻസ് എന്തോ ഒന്ന് കാണിച്ച് ഭയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ ഭയത്താലാണ് പോയിട്ട് ഒപ്പിട്ടത്. ഇത് തന്നെയാണ് നരേന്ദ്രമോദിയുടെയും കാര്യം. മോദിയെ സംതിങ് കാണിച്ച് അമേരിക്ക ഭയപ്പെടുത്തുന്നുണ്ട്.
ആ ഭയപ്പെടുത്തലാണ് മോദിയെ വല്ലാതെ ഇങ്ങനെ വിധേയപ്പെട്ട് നടക്കാൻ, അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന പരമാധികാര രാജ്യം അമേരിക്ക മുന്നിൽ ഇങ്ങനെ അമേരിക്ക അവിടുന്ന് വാങ്ങുമെന്ന് പറയുമ്പോൾ അവിടുന്ന് വാങ്ങുന്നു, വാങ്ങരുതെന്ന് പറയുമ്പോൾ വാങ്ങുന്നില്ല, ഇവിടെ പോകണമെന്ന് പറയുമ്പോൾ ഇവിടെ പോകുന്നു, അങ്ങോട്ട് പോകണമെന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നു, ഇനി അത് വേണ്ട ഇത് മതി എന്ന് പറയുമ്പോൾ അത് ശരി, എന്ത് പറഞ്ഞാലും അതിന് അടിമപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയതിൻ്റെ കാരണം ഈ പറയുന്ന സംതിങ് ബ്ലാക്ക് മെയിലിംഗ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഇപ്പോൾ ഭരണാധികാരികളെ സംബന്ധിച്ചിടത്തോളം ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്നത് ഒരു വലിയ കച്ചവടക്കാരനാണ്. അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പണം ഉണ്ടാക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മോദി പോലുള്ള ആളുകൾക്ക് ഇതൊരു വിഷയമേ അല്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം മോദിക്ക് അധികാരം നിലനിർത്തിയാൽ മതി. ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തന്നെ ഇതിനിടയ്ക്ക് പറഞ്ഞത് അവർ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ $1 മില്യൺ സ്പെൻഡ് ചെയ്തു എന്നാണ്. അവരാഗ്രഹിക്കുന്ന വ്യക്തിയെ കസേരയിൽ ഇരുത്താൻ വേണ്ടിയിട്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ വാക്കുകളാണ്. അപ്പോൾ ഇത്തരം മോദിയെ സംബന്ധിച്ചിടത്തോളം കസേരയാണ് വലുത്, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ്സാണ് വലുത്. ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള പണികൾ എടുത്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങിക്കഴിഞ്ഞാൽ 100% തീരുവ ചുമത്തും എന്ന് പറയുന്നത് അതൊരു ഭീഷണിയാണ്. പരോക്ഷത്തിൽ വാങ്ങിയാൽ 100% ചുമത്തുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ വാങ്ങരുത്, നിങ്ങൾ ഞാൻ പറയുന്നിടത്ത് നിന്ന് വാങ്ങണം. അതാണ് ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മൈ ഫ്രണ്ട് എന്ന് വിളിച്ചുകൊണ്ട് നിരന്തരമായി തോളിൽ കൈയിട്ട് നടക്കുകയും, എന്നാൽ ഈ പറയുന്ന വ്യക്തി അറിയാതെ അല്ലെങ്കിൽ അറിഞ്ഞോ എങ്ങനെയാണെങ്കിലും ആ വ്യക്തിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ, ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എവിടെയാ? പ്രശ്നം സാധാരണക്കാരുടെ തലയിൽ. അവനൊരു വാഹനം വാങ്ങണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ ടാക്സ് അടക്കണം, വണ്ടി റോഡിലിറക്കണമെങ്കിൽ ടാക്സ് അടക്കണം, അവൻ അത് കഴിഞ്ഞിട്ട് റോഡ് ടാക്സും മറ്റുള്ള ടാക്സുകളും GSTകളും സെസ്സും എല്ലാം കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് പകുതിയിലേറെ പണം, പെട്രോൾ അടിക്കുന്നതിൻ്റെ പകുതിയിലേറെ പണവും ടാക്സാണ്. അത്രയും ടാക്സും അടച്ച് പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ അവൻ ലക്ഷങ്ങൾ കൊടുത്ത് വാങ്ങിയ വാഹനം കംപ്ലൈൻ്റ് ആവും, അവന് മൈലേജ് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പെട്രോൾ, അല്ലെങ്കിൽ അമേരിക്ക പറയുന്ന രാജ്യങ്ങളിൽ, ഇപ്പം അമേരിക്കയിൽ എണ്ണയില്ല, പക്ഷെ അമേരിക്ക പറയുന്ന രാജ്യങ്ങളിൽ എണ്ണയുണ്ട്, അവിടെ നിന്ന് വാങ്ങുന്നു. അമേരിക്ക പറയുന്നു ഞങ്ങൾ എത്തനോൾ തരാം. എന്നല്ല, ഈ അമേരിക്കയിൽ എത്തനോൾ എത്രയാണ് പെട്രോളുകൾ ബ്ലെൻഡ് ചെയ്യുന്നത്? നിലവിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴും അമേരിക്കയിൽ എവിടെയും E20 എന്ന് പറയുന്ന ലെവലിലില്ല. 10% താഴെയാണ് എത്തനോൾ ബ്ലെൻഡിങ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ അമേരിക്കയിൽ ഇതായിരിക്കെ അമേരിക്ക എന്ത് പറയുന്നു? ഞങ്ങൾ പക്ഷേ 10% ബ്ലെൻഡ് ചെയ്യുകയുള്ളൂ, നിങ്ങൾ അതിൽ കൂടുതൽ ബ്ലെൻഡ് ചെയ്തോ. സ്വാഭാവികമായിട്ടും ഈ റഷ്യയിൽ നിന്ന് വാങ്ങരുത് എന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്ലെൻഡിങ് കൂട്ടാൻ നിർബന്ധിതരാകും. ആ പ്രൊപ്പോർഷൻ, ആ റേഷ്യോ കൂട്ടേണ്ടി വരും. എന്താ കാരണം? പെട്രോൾ ബാക്കിയുള്ള രാജ്യങ്ങൾ, റഷ്യയാണ് മാർക്കറ്റിൽ ഇന്ത്യ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ വിലയിൽ പെട്രോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണഭോക്താക്കളാകേണ്ടത് ആരാണ്? ഇന്ത്യയാണ്, ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണ്. അവരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുന്ന ഏർപ്പാട് അതാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നമെന്ന് പറയുന്നത്, ഈ രാജ്യത്തിൻ്റെ പോളിസികൾ, നയങ്ങൾ, ഇവിടുത്തെ തീരുമാനങ്ങൾ എല്ലാം എടുക്കുന്നത് അമേരിക്കയാണ്. അമേരിക്ക തീരുമാനിക്കും എന്ത് ചെയ്യണമെന്ന്. മനസ്സിലായില്ലേ? ഇവിടെ ബ്ലെൻഡഡ് പെട്രോൾ ആണോ, എത്തനോൾ ബ്ലെൻഡഡ് പെട്രോൾ ആണോ ഇന്ത്യയിൽ യൂസ് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്ന ആരാ? അമേരിക്ക. ഇപ്പം എന്തിന് ഏറ്റവും ഒടുവിൽ ഒരു വന്ന വാർത്തയുണ്ട്, ഇന്നലെ വന്ന UPI ട്രാൻസാക്ഷൻ ചാർജ് ഈടാക്കാൻ പോകുന്നു. 2000 രൂപയ്ക്ക് മുകളിലുള്ള വാണിജ്യ ഇടപാടുകൾക്ക് ചാർജ് ഈടാക്കാൻ പോകുന്നു. ആരുടെയാണ് താല്പര്യം? ട്രംപിൻ്റെ താല്പര്യം. ഇപ്പോൾ പെട്രോൾ വാങ്ങുന്നത് ട്രംപിൻ്റെ താല്പര്യത്തിനനുസരിച്ച്. ഇന്ത്യയുടെ എല്ലാ പോളിസികളും ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച്. അമേരിക്കയുടെ താല്പര്യം എന്ന് പറയുന്നത് ട്രംപിൻ്റെ താല്പര്യമാണ്. കാരണം ട്രംപാണ് ഭരിക്കുന്നത്, ട്രംപിൻ്റെ താല്പര്യം. അപ്പോൾ ട്രംപാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ട്രംപിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നത്. ആ താല്പര്യങ്ങൾക്കനുസരിച്ച്
അമേരിക്ക മുന്നോട്ട് പോകുന്നത് പറഞ്ഞാൽ അമേരിക്കൻ ഭരണകൂടം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പറയുന്ന 100% തീരുവ ചുമത്താൻ തീരുമാനിച്ചതും അതാണ്, ഭരണകൂടമാണ്. അപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ താല്പര്യം, അതായത് ട്രംപിൻ്റെ താല്പര്യം, ആ ട്രംപാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഡിസിഷൻസ് പോലും മേക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ എത്തനോൾ ആവട്ടെ, പെട്രോൾ ആവട്ടെ, എന്തുമാവട്ടെ, മൈപ്രണ്ട് എന്ന് വിളിക്കുന്നുണ്ട്. പക്ഷേ നല്ല 8ന്റെ പണി പിന്നിൽ നിന്ന് കൊടുക്കുന്നുമുണ്ട്. മോദിയെ സംബന്ധിച്ചിടത്തോളം അതൊരു 8ന്റെ പണിയല്ല. മോദിയെ സംബന്ധിച്ചിടത്തോളം ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കാണ് ഇത് പണി കിട്ടുന്നത്. മോദിയെ സംബന്ധിച്ചിടത്തോളം അത് എന്താ പറയേണ്ടത്, ഒരു കാഷ്വൽ ഡിസിഷൻ, അല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. തൻ്റെ ദൗത്യം അതാണ്. അമേരിക്ക എന്താണോ പറയുന്നത്, ട്രംപ് എന്താണോ പറയുന്നത്, അത് നല്ല വെടിപ്പായി ചെയ്തു വെക്കുക. അതിൽ യാതൊരു വീഴ്ചയും വരാതെ, ഒരു പോരായ്മയും കൂടാതെ നല്ല ക്ലിയറായി വെടിപ്പായി പണിയെടുത്ത് വെക്കുക എന്നുള്ളതാണ് മോദിയുടെ ദൗത്യം എന്ന് പറയുന്നത്. അത് മോദി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായില്ലേ? കാരണം മോദിക്ക് നല്ല ബോധ്യമുണ്ട്, ഈ പറയുന്ന അമേരിക്കയുടെയും ഡൊണാൾഡ് ട്രംപിൻ്റെയും ഒക്കെ സഹായം ആവശ്യമായിട്ടുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞ $1 മില്യൺ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്ന് പറയുമ്പോൾ ഈ പണം എവിടെയാണ് ചെലവഴിച്ചത്? ആർക്കാണ് നൽകിയത്? എന്തിനാണ് നൽകിയത്? അപ്പം അധികാരം നിലനിർത്തണമെങ്കിൽ, അധികാര കസേര ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് വേണം? മോദിക്ക് ട്രംപിൻ്റെ സഹായം വേണം, അമേരിക്കയുടെ സഹായം വേണം. അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായിട്ട്. ആ രീതിയിൽ പോകുമ്പോൾ ട്രംപ് പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. ട്രംപ് കസേര ക്ലിയറാക്കി കൊടുക്കും, പക്ഷേ ട്രംപ് പറയുന്നത് പോലെ പോകണം. മൈ ഫ്രണ്ട് തോളിൽ കൈയിടും, പിന്നിൽ നിന്ന് കുത്തും. ഇതിൻ്റെയൊക്കെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുന്നത് രാജ്യത്തെ ജനങ്ങൾ. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, 2030 സാർവത്രികമാക്കേണ്ട E20 പെട്രോൾ എന്ന് പറയുന്നത് 2024 തുടങ്ങി 2026 ആകുമ്പോഴേക്കും അത് സാർവത്രികമാക്കി കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോവുകയാണ്. ഇനി വരാൻ പോകുന്നത് E27, E25, E27, E30, E35. അത് 2030 മുമ്പ് അങ്ങോട്ട് എത്തിക്കുമെന്നാണ് പറയുന്നത്. ഒരു പക്ഷേ ഇതിപ്പോൾ 2030 സാർവത്രികമാക്കേണ്ട E20 2026 രാജ്യത്ത് എല്ലായിടത്തും അത് മാത്രമേ അവൈലബിൾ ഉള്ളൂ, അല്ലേ? ഈ പറയുന്ന ജനങ്ങൾക്ക് ചൂസ് ചെയ്യാൻ, ഓപ്റ്റ് ചെയ്യാൻ ഒരു ഓപ്ഷൻ പോലും വെക്കാതെ E20 മാത്രം അവൈലബിൾ ആകുന്ന ഒരു രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്ന. അപ്പോൾ അവിടെ ഇപ്പോൾ 2030 ആകുമ്പോൾ E35 എത്തിക്കും എന്ന് പറയുന്ന ആളുകൾ ഒരുപക്ഷെ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ നോക്കൂ, രാജ്യത്ത് മറ്റുള്ള ഒരു പരിപാടികളിലും ഈ വേഗത കാണുന്നില്ല. പക്ഷേ ഭരണാധികാരികൾ അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് നേട്ടമുണ്ടാകുന്ന മേഖലകളിൽ വലിയ രീതിയിലുള്ള ഒരു വേഗത നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ 2030 അടുത്തൊരു ഇലക്ഷന് മുമ്പായിട്ട് മേ ബി നിതിൻ ഗഡ്കരിയുടെ അൾട്ടിമേറ്റ് എയിം എന്താ? E80 എന്നുള്ളതാണ്. അവിടേക്ക് എത്തിയില്ലെങ്കിലും ഒരു E50 എത്തിക്കാൻ വേണ്ടിയുള്ള എല്ലാ പണികളും എടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വേണം അമേരിക്കയിൽ നിന്ന് കോടാനുകോടി ലിറ്ററുകൾ എത്തനോൾ വാങ്ങാനുള്ള തീരുമാനത്തിലേക്കും എത്തിയത്. അതേ അമേരിക്ക പറയുന്നു റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങലും നിർത്തണം. സ്വാഭാവികമായിട്ടും രാജ്യത്ത് ഈ പറയുന്ന ഇന്ധനക്ഷാമം എന്ന് പറയുന്നത് ഒരു വലിയ രീതിയിൽ വരും. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ 50-50 എത്തനോൾ 50 പെട്രോൾ എന്നുള്ള ഒരു തീരുമാനം ജനങ്ങളെ കണ്ണിൽ പറയുമ്പോൾ നമുക്ക് പെട്രോൾ വാങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ട് നമ്മൾ 50-50 ആക്കി. അതായത് 50% പെട്രോൾ 50% എത്തനോൾ എന്നുള്ള ന്യായീകരണമായിരിക്കും ഒരുപക്ഷെ രാജ്യത്തിന് മുന്നിലേക്ക് വരാൻ പോകുന്നത്.